ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇത് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു റാലിയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. മൊത്തത്തിലൊരു സൈഡ് വേയിലായിരുന്നു ഇന്ന് മുഴുവനായിട്ടും മാർക്കറ്റ് നിലനിന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 121 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 14,617 മുകളിൽ ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തു. സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 424 പോയിൻറ്റ്സിൻ്റെ ഗെയിനും ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 513 പോയിൻറ്റ്സിന് മുകളിലുള്ള ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി പ്രധാനമായിട്ടും ഇന്ന് ഈ ഒരു ഗെയിനിലേക്ക് മാർക്കറ്റ് തിരിയാനുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് RBI ഗവർണർ ഒരു മീറ്റിംഗ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന അനൗൺസ്മെൻറ്റുകളായിരുന്നു ഇന്ന് മാർക്കറ്റിന് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ബുള്ളിഷ് മൂവുകൾ പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ ടൈം സ്പെഷ്യൽ ലിക്വിഡിറ്റി ഫെസിലിറ്റി ഏകദേശം 50,000 കോടിയുടെ ഒരു വൺ ടൈം ലിക്വിഡിറ്റി ഫെസിലിറ്റി അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഹെൽത്ത് അതുപോലെ തന്നെ ഇൻഫ്രാ സെഗ്മെൻറ്റിനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലിക്വിഡിറ്റി അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇങ്ങനത്തെ വാക്സിൻ നിർമ്മിക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, പേഷ്യൻസ്, ഇവർക്കൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ, ബാങ്കുകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ ഈ ഒരു വൺ ടൈം ലിക്വിഡിറ്റി വഴിയായിട്ട് സാധിക്കും എന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ, അതുപോലെ തന്നെ വാക്സിൻ ഇമ്പോർട്ട് ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതുമായിട്ട് കമ്പനികൾക്കും ഇതിൽ നിന്നും ബെനിഫിറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ വിഷയമാണ്. അപ്പോൾ ആ ഒരു വാർത്ത പ്രധാനമായിട്ടും ഫാർമ സെക്ടറിനായിരുന്നു ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടെന്യൂർ ഏകദേശം 3 വർഷത്തെ ടെന്യൂറിലാണ് ഇത് ഓഫർ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു ഫെസിലിറ്റി 2022 മാർച്ച് 31 വരെ അവൈൽ ചെയ്യാൻ സാധിക്കും എന്നും അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, ഇനി ഇപ്പോൾ കൊറോണയൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ ഇനിയും കൂടുതലായിട്ടുള്ള അക്കോമഡേറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡുകൾ എടുക്കാൻ RBI റിസർവ് ബാങ്കിന് സാധിക്കും എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്, അതുപോലെ തന്നെ കോഷ്യസ് ആയിട്ട് അതുപോലെ തന്നെ വളരെ കീനായിട്ട് മാർക്കറ്റിനെയും എക്കോണമീനെയൊക്കെ വാച്ച് ചെയ്യും എന്നും അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ബാങ്കുകൾക്കൊരു ആശ്വാസകരമായ വാർത്ത, ഇനിയിപ്പോൾ കൊറോണയുടെ ഒരു സെക്കൻഡ് വേവ് ഒക്കെ വന്നതിനെ തുടർന്ന് വീണ്ടും മൊറട്ടോറിയം അനൗൺസ് ചെയ്തില്ല എന്നുള്ളത് ബാങ്കുകൾക്ക് ഒരു ഗുണകരമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത വന്നതോടുകൂടി ഇന്ന് ഫാർമ സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ്, ഫിനാൻസ് സെക്ടർ എല്ലാം തന്നെ ഒരു പോസിറ്റീവ് മൂഡിലാണ് നിന്നത്. ആപാടെ റിയാലിറ്റി സെക്ടർ മാത്രമായിരുന്നു ഒരു ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇനി മിഡ് ക്യാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 0.89% ഗെയിനും സ്മോൾ ക്യാപ്പിൽ 0.22% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഫോർമേഷനാണ് കാണാനുള്ളത്. ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ബിയറിഷ് ക്യാൻഡലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇന്ന് ട്രേഡ് മുഴുവനായിട്ടും നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു കൺസോളിഡേഷൻ്റെ സാധ്യതകളാണ് മാർക്കറ്റ് ഇപ്പോഴും പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 14,400 ആ ഒരു റേഞ്ചിന് മുകളിൽ തന്നെ മാർക്കറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു ബുള്ളിഷിന് ഫേവറബിളായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു വീക്ക്നെസ് ഇനിയും മാർക്കറ്റിൽ കാണാനായിട്ടില്ല. എന്നിരുന്നാലും നമുക്കൊരു ഡയറക്ഷനും ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല. കാരണം ഒരു കൺസോളിഡേഷൻ മൂഡ് തന്നെയാണ് മാർക്കറ്റ് വീണ്ടും പോകുന്നത് എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിന് വരും ദിവസങ്ങളിൽ ഈ ഒരു 14,700 ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളിഷ് മൂവിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ 14,900, 15,000 ആ ഒരു റേഞ്ചുകളിലായിരിക്കും നമുക്ക് ഒരു റെസിസ്റ്റൻസ് സോണുകൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുക. അതല്ല വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഏകദേശം 14,400 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 14,250 റേഞ്ച്, 14,200, 210 റേഞ്ചുകളായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് നിലനിൽക്കുക. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം വീണ്ടും ഒരു ബുള്ളിഷ് ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്ക് ഒരു ബുള്ളിഷ് ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും ഒരു ബുള്ളിഷ് ഹാമർ പോലത്തെ ഒരു ഫോർമേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു സപ്പോർട്ടുകൾക്കായിട്ട് ഒരു റിവേഴ്സലിനായിട്ടൊക്കെ ശ്രമിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് കാണാം. ഈ ഒരു സമയത്ത് കൺഫർമേഷൻ നമുക്കായിട്ടില്ല. വരും ദിവസങ്ങളിലെ ക്യാൻഡിലും വാച്ച് ചെയ്ത് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം നമുക്കൊരു ബുള്ളിഷ് മൂവുകൾ കൺഫേം ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ വരും ദിവസങ്ങളിൽ 32,500 മുകളിൽ ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് 33,000 റേഞ്ചുകളായിരിക്കും അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുക. അതുപോലെ തന്നെ 32,000 റേഞ്ചുകളായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. ഇനി നാളെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീക്ക്ലി എക്സ്പയറി ആണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ അനുഭവപ്പെടാനുള്ള സാധ്യതകളുമുണ്ട് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മൂഡിലേക്ക് വന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്ക് US മാർക്കറ്റിനും അത് തുടർന്നൊരു പോസിറ്റീവ് മൂവിനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം.
ഇനി അടുത്തായിട്ട് യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് മൂഡിൽ ട്രേഡ് ആവുന്നുണ്ട്. FTSE ഒക്കെ ഏകദേശം 86 പോയിൻറ്റ്സിന് മുകളിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിക്സഡ് ട്രെൻഡാണ് തുടരുന്നത്. SGX നിഫ്റ്റി 17 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ലോസ് ആണ് ഉണ്ടായത്. 73.91 ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ മാസം മെയ് മാസം നോക്കിക്കഴിഞ്ഞാൽ ഈ 3 ദിവസങ്ങളിലായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് ആണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 1110 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് സെല്ലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 240 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാളത്തേക്ക് സപ്പോർട്ടീവായിട്ടല്ല കാണുന്നത്. രൂപയും അത്ര സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നില്ല. ഗ്ലോബൽ മാർക്കറ്റുകളും തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് നമുക്ക് ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനിയും നമുക്ക് കൊറോണയുടെ ഭാഗത്തു നിന്നുള്ളൊരു മുക്തി ആയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് പ്രധാനമായിട്ടും RBI ഗവർണറിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിന് ഒരു പോസിറ്റീവ് മൂഡ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതും വരും ദിവസങ്ങളിൽ സെറ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കാണണം. അതുമാത്രമല്ല, ഇന്ന് ഒരു പോസിറ്റീവ് മൂഡ് ഉണ്ടായിരുന്നുവെങ്കിലും അത്ര വലിയ ഒരു മാറ്റം, അതായത് അത്ര വലിയൊരു നേട്ടത്തിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ അനൗൺസ്മെൻറ്റുകൾക്ക് അത്ര സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒന്ന് കോഷ്യസ് സ്റ്റാൻസ് എടുക്കുന്നതായിരിക്കും കുറച്ച് സേഫായിട്ടുണ്ടാവുക. ഇനി സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഗെയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ ഇന്നൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നുവെങ്കിലും ഒരു അപ് ട്രെൻഡിന് ശേഷം വീണ്ടും ഒരു കറക്ഷൻ മോഡിലാണ് മാർക്കറ്റ് വീണ്ടും എൻ്റെ ആയിട്ടുള്ളത്. ഒരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ നമുക്ക് ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ മുകളിൽ, നമ്മുടെ ഒരു ബ്രേക്ക്ഔട്ടിൻ്റെ മുകളിൽ തന്നെയാണ് ഇന്ന് ക്ലോസും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു സ്റ്റോക്കിനെ. ഇനി അനുപം രസായനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ബ്രേക്ക്ഔട്ടിന് വേണ്ടി വാച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഔട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ വന്നു. ഏകദേശം 7% മുകളിലേക്കുള്ള ഗെയിനാണ് അനുപം രസായനിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു റാലി ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വരും ദിവസങ്ങളിൽ. എന്നിരുന്നാലും ഓവർബോട്ട് ടെറിട്ടറിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു അപ് ട്രെൻഡുകൾ, ഒരു കറക്ഷൻ അപ് ട്രെൻഡ്, ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റൈസിന് ശേഷം ഒരു കറക്ഷൻ, വീണ്ടും ഒരു റൈസ്, കറക്ഷൻ, അങ്ങനെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നല്ലൊരു പ്രത്യേകിച്ചും സ്പെഷ്യാലിറ്റി കെമിക്കൽ വിഭാഗത്തിൽ വരുന്ന നല്ലൊരു സ്റ്റോക്കാണ് ഇവർ കഴിഞ്ഞ മാസം ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൽ. ഇനി BEL, ഭാരത് ഇലക്ട്രിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിലും നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ടുകൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളെയും ഈ ഒരു സ്റ്റോക്കിലൊന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി NMDCയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ബിയറിഷ് ക്യാൻഡിൽ കഴിഞ്ഞ ദിവസം ഫോം ചെയ്ത് പറഞ്ഞു. ഇന്ന് വീണ്ടും അതിനെ നെഗേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓവർബോട്ട് റീജിയനിലാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിലേക്ക് വിട്ടുതരുന്നു. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ട്രാക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഓർഡർ വിന്നുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിൻഡാൽ ഡ്രില്ലിംഗ്, ഇവർക്ക് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ONGCയുടെ ഭാഗത്തു നിന്നും ഒരു ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് അവർ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 3 വർഷത്തെ ഒരു കോൺട്രാക്ട് പീരീഡിലേക്കുള്ള ഒരു ഓർഡറാണ് വിൻ ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ഹൈക്കലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലൈഫ് സയൻസ് ഫേം ഒരു ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ട് 10 വർഷത്തെ ഒരു ഡീൽ സൈൻ ചെയ്തിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈക്കൽ. അത് നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് വേണ്ടി സപ്ലൈ ചെയ്യാനാണ് ഈ ഒരു 10 വർഷത്തെ കോൺട്രാക്ട് എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ നല്ലൊരു അപ്പർ സർക്യൂട്ട് വരെ ഈ ഒരു സ്റ്റോക്ക് പോയി റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏപ്രിൽ മാസത്തെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ജാഗോർ ലാൻഡ് റോവറിൻ്റെ UK സെയിൽസിൽ ഏകദേശം 56% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. ടോട്ടലായിട്ട് 8367 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമേ ഏപ്രിലിൽ നടന്നിട്ടുള്ളൂ. മാർച്ച് മാസം നോക്കിക്കഴിഞ്ഞാൽ 18966 യൂണിറ്റ്സിൻ്റെ സെയിൽസ് നടന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക്. ഇനി ഓരോ സെഗ്മെൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ജാഗോറിൻ്റെ സെഗ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ UK സെയിൽസിൽ 48% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 1493 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഏപ്രിലിൽ നടന്നത്. മാർച്ച് മാസം 3800 യൂണിറ്റ്സിൻ്റെ സെയിൽസ് അവർക്കുണ്ടായിരുന്നു. ലാൻഡ് റോവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 58% ഡിക്ലൈനാണ് UK സെയിൽസിലുള്ളത്. 6374 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഏപ്രിലിൽ നടന്നത്. മാർച്ച് മാസത്തിൽ അവർക്ക് 10086 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത് ടാറ്റ മോട്ടോഴ്സിന് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കൊടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ഇനി ആർത്തി ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവർ 1:1 എന്ന റേഷ്യോയിൽ ബോണസ് ഷെയർസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസ് ഇവർക്ക് നല്ലൊരു പോസിറ്റീവ് ന്യൂസാണ്. അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നല്ലൊരു വോളറ്റിലിറ്റി കാണാനും ഉണ്ട്. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അദാനി എൻ്റർടൈൻമെൻറ്റിൻ്റെ Q4 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 2 മടങ്ങിലധികം 3 മടങ്ങിനടുത്തുള്ള വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 233.95 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് ഈ ഒരു ക്വാർട്ടറിൽ കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 61 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഡിപ്പ് കാണാനുണ്ട്. 13,689 കോടിക്കടുത്താണ് ടോട്ടൽ ഇൻകം കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 13,698 കോടിയുടെ ടോട്ടൽ ഇൻകം ഉണ്ടായിരുന്നു. ഇവരുടെ ഓപ്പറേഷൻസ് പെർഫോമൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സോളാർ മാനുഫാക്ചറിങ്ങിൽ ആ ഒരു വിഭാഗത്തിൽ വോളിയത്തിലൊക്കെ നല്ല വർധനവാണ് വന്നിരിക്കുന്നത്. 92% ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 376 മെഗാവാട്ടിൻ്റെ ഉൽപ്പാദനമാണ് സോളാർ യൂണിറ്റിൽ നിന്ന് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ₹1 പെർ ഷെയറിൽ അദാനി എൻ്റർപ്രൈസ് ഒരു ഡിവിഡൻഡ് റെക്കമെൻഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പം മൊത്തത്തിലൊരു നല്ലൊരു റിസൾട്ടുകൾ കാണുന്നു എന്ന രീതിയിൽ നിലനിൽക്കുന്നു അദാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തായിട്ട് സിയറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് ഉണ്ടായിരിക്കിയിട്ടുണ്ട്. അവർക്ക് 152.8 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 51.9 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു നിലനിന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 45.5% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 2,290 കോടിയാണ് റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് ജില്ലറ്റ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പാറ്റ് നോക്കിക്കഴിഞ്ഞാൽ 106 കോടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 52 കോടിയായിരുന്നു. ഇൻകത്തിലും വർധനവുണ്ടായിരിക്കുന്നു. 537 കോടി ടോട്ടൽ ഇൻകമായിട്ട് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 405 കോടിയായിരുന്നു നിലനിന്നത്. ഇനി അടുത്തതായിട്ട് കിർലോസ്കർ ഫെറസ് അവരുടെ Q4ലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് 135 കോടി പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 57.5 കോടിയായിരുന്നു. റവന്യൂവിൽ 67.1% ഗ്രോത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തായിട്ട് അദാനി പോർട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത, ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് അവരുടെ ഏകദേശം 10.4% സ്റ്റേക്ക് വിൽക്കാനായിട്ട് സമ്മതിച്ചിരിക്കുന്നു എന്നൊരു അനൗൺസ്മെൻറ്റുകൾ വന്നു. അപ്പോൾ അത് അദാനി പോർട്സ് വാങ്ങാനുള്ള സാധ്യതകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സ്റ്റേക്ക് അക്വിസിഷൻ നടന്നാൽ അദാനി പോർട്സിൻ്റെ കീഴിലാവും ഗംഗാവരം പോർട്ട്. കാരണം അവർക്ക് ഫുൾ കൺട്രോൾ കിട്ടുന്ന രീതിയിലായിരിക്കും ഈ ഒരു സ്റ്റേക്ക് സെൽ നടന്നാൽ പോകുന്നത്. കാരണം ഇതിനു മുമ്പ് ഇവർ ബാക്കിയുള്ള കൺട്രോളിംഗ് സ്റ്റേക്ക് ഇവർ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു അദാനി പോർട്സ്. അപ്പോൾ ഈ ഒരു 10.4% സ്റ്റേക്കോടുകൂടി 100% അക്വിസിഷൻ ഇവർക്ക് നടക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു വാർത്ത, ഇതിനു മുമ്പുള്ള അക്വിസിഷൻ നടന്ന സമയത്ത് DVS രാജുവിൻ്റെ കയ്യിൽ നിന്നായിരുന്നു ഏകദേശം 58.1% സ്റ്റേക്ക് ഇവർ അക്വയർ ചെയ്തത്. അതായത് കൺട്രോളിംഗ് സ്റ്റേക്ക് DVS രാജുവിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരൊരു ഷെയർ സ്വാപ്പ് ഡീൽ വഴിയായിരുന്നു സ്റ്റേക്ക് അക്വിസിഷൻ നടത്തിയത്. അതായത് ഗംഗാവരം പോർട്ടിൻ്റെ 6 സ്റ്റേക്കിന് 6 ഓഹരിക്ക് അദാനി പോർട്സിൻ്റെ 1 ഓഹരി DVS രാജുവിന് കൈമാറുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഒരു ഷെയർ സ്വാപ്പ് വഴിയായിരുന്നു അവർ ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ ഇപ്പോൾ ഡൗ ജോൺസിൻ്റെ സസ്റ്റൈനബിലിറ്റി ഇൻഡെക്സിൽ നിന്നും അദാനി പോർട്സിനെ റിമൂവ് ചെയ്തത് അവർക്കൊരു വാല്യുവേഷനിലൊക്കെ ഇമ്പാക്റ്റുകൾ കൊണ്ടുവരും എന്നുള്ളൊരു, അവരുടെ വാല്യുവേഷനെ ഹർട്ട് ചെയ്യും എന്നൊരു കൺസിഡറേഷനൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് DVS രാജു അവർക്ക് അവരുടെ പകുതി സ്റ്റേക്കിന്, അതായത് 58ൻ്റെ പകുതി ശതമാനത്തിന് ഏകദേശം 29%, സ്റ്റേക്കിന് ക്യാഷായിട്ട് കൊടുക്കണം എന്ന രീതിയിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഏകദേശം 1,800 കോടി ക്യാഷായിട്ട് കൈമാറണം എന്നൊരു, അതായത് ആ ഒരു ഡീൽ വീണ്ടും റീവിസിറ്റ് ചെയ്യണം എന്നൊരു വാർത്ത ഇന്ന് മണി കൺട്രോളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അദാനി പോർട്സിന് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റുകൾ കൊടുക്കാൻ സാധ്യതകൾ നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് നാളത്തെ റിസൾട്ട് വരുന്ന കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഹീറോ മോട്ടോകോർപ്പ്, ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ്, അദാനി ട്രാൻസ്മിഷൻ, അദാനി പവർ, ഇങ്ങനെയുള്ള കുറേ കമ്പനികളുടെ റിസൾട്ടുകൾ നാളെ പബ്ലിഷ് ആകാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ടുകളും തീർച്ചയായിട്ടും നിങ്ങൾ ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റോക്കുകളും ന്യൂസുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റുമായിട്ട് ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.